അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഖുർആൻ പഠനം 27. ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമെന്ന ഇയ്യാക നഅ്ബുദു എന്ന ആ സൂറത്തുൽ ഫാത്തിഹയുടെ 5-ാമത്തെ സൂക്തത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പലതിനെയും ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആദരവുകളൊന്നും തന്നെ അവക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹത സമ്മതിക്കാത്ത കാലത്തോളം ആരാധനയാവില്ല, ആദരവേ ആവുകയുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ്, ആ 12-ാം അധ്യായത്തിൻ്റെ 93-ാം വാക്യം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം, അവിടെ അവരുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ വിശദമായിട്ട് നമുക്കറിയാം. ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലിട്ടതും അവിടുന്ന് യാത്രക്കാർ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി അസീസ് രാജന് കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തിയതും, അങ്ങനെ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയതും, കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുന്നതിനിടക്ക് സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചതും, അതിൽ നിന്ന് തൻ്റെ ധാർമ്മികമായ ഉന്നതമായ നിലവാരം കാരണം രക്ഷപ്പെട്ട് ഓടി അവസാനം അവർ ദുരാരോപണം ഉന്നയിച്ച് ജയിലിൽ പോകേണ്ടി വന്നതും, അവസാനം ലോകത്ത് ഏറ്റവും വലിയ ശാസ്ത്രീയമായി റേഷനിങ് സമ്പ്രദായം നടപ്പാക്കി ഭക്ഷ്യക്ഷാമം കൊണ്ട് ലോകം പൊറുതിമുട്ടുന്ന സമയത്ത് സകല മനുഷ്യർക്കും ആശ്വാസമായി മിസ്റിലെ ആ ഭക്ഷ്യവകുപ്പിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആളുകൾക്കൊക്കെ വലിയ ആശ്വാസമായി മാറിയതും ഒക്കെ പറഞ്ഞിട്ട്, ആ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി ചെന്നവരുടെ കൂട്ടത്തിൽ തന്നെ പണ്ട് പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ അതേ ജ്യേഷ്ഠന്മാരെയും കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കണ്ടപാടെ തന്നെ അവരെ മനസ്സിലായെങ്കിലും ആ കുറച്ച് സമയമൊക്കെ ആ സസ്പെൻസ് അങ്ങനെ നിലനിർത്തി അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഞാൻ യൂസുഫാണെന്ന് അറിയിക്കുകയും, അങ്ങനെ ജ്യേഷ്ഠന്മാർ വല്ലാതെ വിഷമിച്ചപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ഞാൻ ഒരിക്കലും തന്നെ പ്രതികാരം ചെയ്യുന്നില്ല എന്ന് വളരെ ശക്തമായി അവരുടെ മുന്നിൽ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സമാധാനം അറിയിക്കുകയും, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കൊക്കെ പുറത്തു തരട്ടെ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആശംസിക്കുകയും ചെയ്തപ്പോൾ, അങ്ങനെ സമാധാനമായിട്ട് അവർ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞതായിരുന്നു, നിങ്ങൾ കുടുംബസമേതം ഇങ്ങോട്ട് തിരിച്ചു വരണം. അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള കുടുംബം നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പം ജ്യേഷ്ഠന്മാർ പറഞ്ഞു, വാപ്പാക്ക് അതിന് യാത്ര ചെയ്യാൻ വലിയ പ്രയാസമാണ്, നിങ്ങളെ കാണാതായത് മുതൽ വേർപാടിൻ്റെ വേദന കൊണ്ടും കരഞ്ഞിട്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയിട്ടുണ്ട്. ആ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയത് ശരിയാവാനുള്ള ഒരു മാർഗം എന്ന നിലക്ക്, ഒരു മരുന്ന് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ചത് എന്താണെന്ന് ഖുർആൻ പറയുന്നു. എന്താ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്? اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. സൂറത്ത് യൂസുഫിന്റെ 12-ാം അധ്യായത്തിന്റെ 93-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ, ബാപ്പാന്റെ കണ്ണിന്റെ മങ്ങൽ മാറിക്കിട്ടാനുള്ള ചികിത്സ, ഇദ്ഹബൂ ബി ഖമീസി ഹാദാ, എൻ്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോകൂ, എന്നിട്ട് ഫഅൽഖൂഹു അലാ വജ്ഹി അബി, എൻ്റെ ഉപ്പാന്റെ മുഖത്ത് ആ കുപ്പായം ഇടൂ. അങ്ങനെ ഇട്ടാൽ യഅതി ബസീറ, ആ യൂസുഫ് നബി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ മങ്ങൽ മാറി ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടും. കാഴ്ച തിരിച്ചു കിട്ടിയാൽ വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരൂ എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, വലമ്മാ ഫസലത്തിൽ ഐറു ഖാല അബൂഹും ഇന്നി ലഅജിദു റിഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. അങ്ങനെ ഈ യാത്രാ സംഘം മിസ്റിൽ നിന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ വീട്ടിലിരുന്ന് പറയുന്നു, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വരുന്നുണ്ടല്ലോ. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു തആല നൽകിയിട്ടുള്ള പവറാണ് അവർക്ക്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അവിടെ ഒരു സംശയമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചിലർ അങ്ങനെ വെറുതെ സംശയം ചോദിക്കും, എന്ത് അങ്ങനെയാണെങ്കിൽ ഇത്ര പവർ ഉണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാണ്ടായിട്ട് എന്തിനാ മൂപ്പര് കരഞ്ഞത് എന്ന്. കാണാണ്ടായിട്ട് കരഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നല്ല, മറിച്ച് അത് ഖുർആനിൽ തന്നെ ഈ സൂറത്ത് യൂസുഫിനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്നെ മക്കളോട് പലപ്പോഴും പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ അറിയാത്ത പലതും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ പറയുന്നുണ്ട്. കാല അലം വഖുല്ലക്കും, ഈ സംഭവത്തിന്റെ അവസാനം
കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടിയപ്പോ ഫലമ്മ അൻജഅൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ ബസീറ, കാഴ്ച തിരിച്ചു കിട്ടിയ ആ കുപ്പായം കൊണ്ടുവന്ന് മുഖത്തിട്ടപ്പോൾ അപ്പൊ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു അവരോട്, അലം അഖുല്ലക്കും, നിങ്ങളോട് ഞാൻ പറയാറില്ലായിരുന്നോ, ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിൽ നിന്ന് എനിക്ക് അറിയാമെന്ന്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം സേഫാണെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അറിയാം. പിന്നെ കരഞ്ഞത് എന്തിനാ? അത് ആള് സ്ഥലത്തില്ലാണ്ടാവുമ്പോ ഉണ്ടാകണ ആ വേർപാടിന്റെ വേദന. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവർ കരയില്ലേ, അത് ആള് മരിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നല്ല, മറിച്ച് അത് സ്നേഹമുള്ള ആളുകൾ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കൊടുത്തയച്ച കുപ്പായം ഇടുമ്പോൾ ആ കുപ്പായം ഇടുക എന്ന് പറയുന്നത് അതൊരു ചികിത്സയുടെ ഭാഗമായിട്ട് കാണുന്നുവെങ്കിൽ അതൊരു സാധാരണ ഒരു കുപ്പായത്തിന് അങ്ങനെ ഒരു ഔഷധ ഗുണം ഉണ്ടായിട്ടാണോ? ഒരിക്കലും അല്ലല്ലോ. മറിച്ച് ആ കുപ്പായത്തിന്റെ കഥ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദും പരിവാരങ്ങളും തീയിലേക്ക് ഇട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം അണിയിച്ച കുപ്പായമായിരുന്നു അത്. അപ്പൊ ആ ബർക്കത്തിന്റെ കുപ്പായം അത് ആദരവുള്ളതാണ്. യാക്കൂബ് നബി അലൈഹി എന്നിട്ട് ആ കുപ്പായം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എന്ന മകന് കിട്ടി, മകനിൽ നിന്ന് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന് കിട്ടി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ മടക്കി ചുരുട്ടിയിട്ട് ചെറിയൊരു കെട്ടാക്കിയിട്ട് തന്റെ ശരീരത്തിൽ ഏലസ് കണക്കെ കെട്ടിക്കൊടുത്തതായിരുന്നു. അപ്പൊ നാം കാണുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കൊക്കെയുള്ള ആദരവും ബഹുമാനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരും അവിടുത്തെ വിയർപ്പും അതുപോലെ അവിടുത്തെ തിരുകേശവും അതുപോലെ നബിതങ്ങൾ ഉപയോഗിച്ച വസ്ത്രവും ഒക്കെ എത്ര ആദരവോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കണ്ടത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈം ബീവിയുടെ വീട്ടിൽ പോയിട്ട് കൈലൂലത്തുറങ്ങുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങൾ കുപ്പിയിലേക്കാക്കിയിട്ട് ഉമ്മു സുലൈം ബീവി എടുത്ത് സൂക്ഷിച്ച കഥ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ അന്വേഷിച്ചു, മാതാ തസ്നഈന യാ ഉമ്മു സുലൈം, എന്താ ഉമ്മു സുലൈമെ നീ കാണിക്കുന്നത്? നബിതങ്ങളോട് പറയുന്ന നെർജു ബറക്കത കലിസുബിയാനിന, ഞങ്ങളുടെ അങ്ങയുടെ ബർക്കത്ത് ആ പുണ്യം ഞങ്ങളെ കുട്ടിയൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ അങ്ങയുടെ വിയർപ്പ് വലിയ സുഗന്ധമാണ്, അത് ഞങ്ങളുടെ സുഗന്ധത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട നബിതങ്ങൾ അതിനെ ആക്ഷേപിച്ചില്ല, ഇങ്ങനെ വിയർപ്പിനെ ആദരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് അസബത്തി, നീ ശരിക്കും കറക്റ്റ് റൂട്ടിലാണ് എത്തിയത് എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനൊക്കെ ആദരിക്കണം, അതൊക്കെ ആരാധനയാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരു ചർച്ച സമൂഹത്തിൽ കൊണ്ടുവരുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള കൂടുതൽ ചിന്തിക്കാത്ത ചില ആളുകളുടെ നിലപാടുകൾ അത് അബദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.